മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത കോലാഹലങ്ങളിലേക്ക് നീങ്ങുന്നു. സംഘടനാ ചരിത്രത്തിൽ ആദ്യമായി 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിരിക്കുന്നത്. എന്നാൽ സൂപ്പർ താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഇടപെടലുകൾക്ക് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജഗദീഷ് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് ജഗദീഷിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുള്ള 6 പേർ ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരാണ്. ഇവരിൽ ജഗദീഷും ദേവനുമാണ് മത്സരരംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ. ജഗദീഷിന്റെ പിന്മാറ്റത്തോടെ മത്സര ചിത്രം മാറും. അന്തിമ നാമനിർദ്ദേശ പട്ടിക വരാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ ആരാണ് യഥാർത്ഥ മത്സരത്തിൽ ഉണ്ടാവുക എന്നത് പ്രവചനാതീതമാണ്. നേരത്തെ മത്സരം ഒരു പോരാട്ടമോ യുദ്ധമോ അല്ലെന്നും അമ്മയുടെ മക്കൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരമാണെന്നും ജഗദീഷ് അഭിപ്രായപ്പെട്ടിരുന്നു. ശ്വേതയെ വിളിച്ചപ്പോഴും താൻ ഇതേ കാര്യമാണ് പറഞ്ഞതെന്നും ഇത് സൗഹൃദ മത്സരമായിരിക്കുമെന്നും ജഗദീഷ് വ്യക്തമാക്കി. കൂടുതൽ പേർ മത്സരിക്കാൻ വരുന്നത് നല്ലതാണെന്നും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം ജൂലൈ 31 വരെയാണെന്നും അതിനുശേഷം മത്സര ചിത്രം മാറാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചില ധാരണകളിലൂടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നുള്ള ജഗദീഷിന്റെ പ്രസ്താവന ഒരു സമവായത്തിനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമ്മ അഭിനേതാക്കളുടെ സംഘടനയാണെന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടതെന്നും ജഗദീഷ് ഊന്നി പറഞ്ഞു. ഈ വാക്കുകൾക്ക് പിന്നാലെയാണ് അദ്ദേഹം പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമല്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും കടുത്ത മത്സരമാണ് നടക്കുന്നത്. ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ബാബുരാജിനും ജഗദീഷിനും എതിരെ ശക്തമായ പ്രചരണമാണ് നടക്കുന്നത്. ഇതിൽ ജഗദീഷിനെതിരെ വിശ്വാസവഞ്ചകൻ എന്ന ആരോപണമാണ് ഉയരുന്നത്. നടി മാല പാർവതിയുടെ വെളിപ്പെടുത്തലുകൾ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. സിദ്ദിഖിന്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ അമ്മ ഭാരവാഹികൾ ഒരു പത്രസമ്മേളനം നടത്താൻ തയ്യാറായിരുന്നെന്നും എന്നാൽ ജഗദീഷ് അപ്പോൾ മാധ്യമങ്ങളെ കാണരുതെന്ന് നിർദ്ദേശിച്ചെന്നും മാല പാർവതി പറയുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജിനെതിരെ പീഡന കേസ് ആരോപണങ്ങൾ ഉയർത്തിയാണ് ഒരു വിഭാഗം എതിർക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ബാബുരാജ് മത്സരിക്കരുതെന്ന് നിലപാടെടുത്തതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റരുത് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ അജീവനാന്ത അംഗമായ മല്ലിക സുകുമാരൻ തിരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ആരോപണ വിധേയരായവർ മത്സരിക്കരുതെന്ന അമ്മയുടെ നിയമം ബാബുരാജിന് വേണ്ടി മാത്രം മാറ്റരുതെന്ന് അവർ ശക്തമായി വാദിച്ചു. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നത് ആരുടെ തീരുമാനമാണെന്നും മല്ലിക സുകുമാരൻ ചോദ്യമുയർത്തി. സ്പോൺസറെ കണ്ടെത്തുന്നതും ഏതെങ്കിലും പരിപാടിക്ക് ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കി നൽകുന്നതും അയാൾ ചെയ്ത തെറ്റുമായി താരതമ്യപ്പെടുത്തരുതെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. പെൻഷൻ വാങ്ങിക്കുന്നവരും ആരോപണ മത്സരിക്കാൻ പാടില്ലെന്നാണ് നിയമം. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് മത്സരിച്ചുകൂടാ എന്നും നടി ചോദിച്ചു. ചിലർക്ക് ഒരു നിയമം, കുറെ ആളുകൾക്ക് മറ്റൊരു നിയമം എന്ന നയം തെറ്റാണെന്നും അവർ വ്യക്തമാക്കി. ഒരാൾ മാത്രം വിചാരിച്ചതുകൊണ്ട് നന്നാക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയല്ല അമ്മയെന്നും കാര്യങ്ങൾ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കമ്മിറ്റിയാണ് സംഘടനയ്ക്ക് വേണ്ടതെന്നും മല്ലിക പറയുന്നു. ബാബുരാജ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യമുണ്ടെന്ന അനൂപ് ചന്ദ്രന്റെ ആരോപണത്തോട് യോജിപ്പുണ്ടെന്നും മല്ലിക അഭിപ്രായപ്പെട്ടു. ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് കോടതി തെളിയിക്കട്ടെ എന്ന് പറയാതെയായിരുന്നല്ലോ എന്ന് അവർ ഓർമ്മിപ്പിച്ചു. സിദ്ദിഖിനെതിരെ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നുണ്ടല്ലോ, അതാണ് വേണ്ടത്. അമ്മ എന്നത് ഒരു മാതൃക സംഘടനയെ നിലനിൽക്കണമെന്നും ബാബുരാജിന് വേണ്ടി നിയമം മാറ്റുമ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക് സംശയം ഉണ്ടാകുമെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പ്രാധാന്യം അമ്മ സംഘടനയ്ക്ക് ഒരു പുതിയ മുഖം വരുമെന്ന് ഉറപ്പിച്ചു പറയാൻ തനിക്ക് ധൈര്യമില്ലെന്നും വരുമായിരിക്കാം, വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ഈ സംഘടനയുടെ രക്ഷകർത്താക്കളായി കൊണ്ടുവരികയാണ് വേണ്ടത്. അവരുടെ പേരുണ്ടെങ്കിൽ മാത്രമേ ഈ സംഘടന നിലനിന്ന് പോകുകയുള്ളൂവെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു. മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലാതെ അമ്മ എന്ന സംഘടനയിൽ ഒന്നും നടക്കില്ലെന്നും ഇവരില്ലാതെ സ്പോൺസർമാരെ കിട്ടില്ലെന്നും അമ്മയുടെ ഫണ്ട് അവരെ സ്വാധീനിച്ചാണ് ഇരിക്കുന്നതെന്നും മല്ലിക വ്യക്തമാക്കി. ഇത് സംഘടനയിൽ ഈ 2 സൂപ്പർ താരങ്ങൾക്കുള്ള സ്വാധീനം എത്ര വലുതാണെന്ന് അടിവരയിടുന്നു. അമ്മയുടെ മുൻ IC കമ്മിറ്റി അംഗം കൂടിയായ മാല പാർവതിയും ആരോപണ വിധേയനായ നടൻ ബാബുരാജ് മാറി നിൽക്കേണ്ടതായിരുന്നുവെന്നാണ് അഭിപ്രായപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ദിലീപ്, വിജയ് ബാബു, സിദ്ദിഖ് തുടങ്ങിയവരെല്ലാം ആരോപണം നേരിട്ടപ്പോൾ മാറി നിന്നിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ബാബുരാജ് ആരോപണം നേരിട്ടപ്പോൾ മാറി നിൽക്കാത്തത് കൊണ്ടാണ് അമ്മയിൽ നിന്ന് രാജിവെക്കാൻ നടൻ മോഹൻലാൽ തീരുമാനിച്ചതെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും മാല പാർവതി പറഞ്ഞു. താരസംഘടന അമ്മ സമൂഹത്തിനിടയിൽ ഇത്രയും ചർച്ചയാകുന്നത് അത് മാതൃകാപരമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. ദിലീപിനെതിരെ ഉണ്ടായ വിഷയം മുതൽ ഓരോ വിഷയം വരുമ്പോഴും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ സംഘടനയ്ക്ക് മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സമയത്ത് അതാതു കാലങ്ങളിൽ പ്രശ്നമുള്ളവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് അംഗമായിട്ടോ ഭാരവാഹിയായിട്ടോ ഉള്ളവരെ മാറ്റി നിർത്തണം എന്നുള്ളതാണെന്നും മാല പാർവതി പറയുന്നു. സിദ്ദിഖ് മാറി നിന്നപ്പോഴാണ് ബാബുരാജിനെതിരെ ആരോപണം വന്നതെന്നും ആ സമയത്ത് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് ബാബുരാജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നുവെന്നും മാല പാർവതി ഓർമ്മിപ്പിച്ചു. എന്നാൽ അന്ന് അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാകണം മോഹൻലാൽ രാജിവെക്കാമെന്ന് പറഞ്ഞിട്ട് അഡ്ഹോക് കമ്മിറ്റിയിലോട്ട് പോയത്. അതിനുശേഷം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അമ്മയുടെ ഭരണസമിതിയെയും സംഘടനയും
സംഘടനയെയും പ്രതിസന്ധിയിലാക്കാതിരിക്കാനുള്ള ഒരു മാതൃക ബാബുരാജ് കാണിക്കണമായിരുന്നു എന്നാണ് മാലാ പാർവതിയുടെ അഭിപ്രായം. ബാബുരാജ് നല്ല സംഘാടകനാണെന്നും മറ്റു പല കഴിവുകളും ഉണ്ടെന്നും തനിക്ക് വ്യക്തിപരമായ ഒരു വിഷയം വന്നപ്പോൾ തന്നെ വളരെയധികം പിന്തുണച്ച വ്യക്തിയാണെന്നും മാലാ പാർവതി പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന സമയത്ത് അമ്മ എന്ന സംഘടനയെ പ്രതിസന്ധിയിലാക്കാതെ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് അവരുടെ പക്ഷം. അനൂപ് ചന്ദ്രനും ബാബുരാജിനെതിരാണ്. നടിമാർക്കെതിരെയും അനൂപ് ചന്ദ്രൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അൻസിബ അടക്കമുള്ള സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് ബാബുരാജിന്റെ സിൽബന്ധിയായിട്ടാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കുക്കു പരമേശ്വരൻ, ശ്വേത മേനോൻ, അനന്യ, സരയു തുടങ്ങിയവരെ അപഹസിക്കലാണ് ഇവരുടെ ലക്ഷ്യമെന്നും അനൂപ് പറയുകയുണ്ടായി. എങ്കിലും സൂപ്പർ താര ഇതര വോട്ടുകൾ താരസംഘടനയിൽ ധാരാളമുണ്ട്. ഇതെല്ലാം അനുകൂലമാക്കി ജയിക്കുകയാണ് ബാബുരാജിന്റെ ലക്ഷ്യം. ഇത് തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ജഗദീഷിന്റെ പിന്മാറ്റവും ദേവനും രവീന്ദ്രനും എന്ത് നിലപാട് എടുക്കുമെന്നതും നിർണായകമാണ്. ജഗദീഷ് മാറിയാൽ ശ്വേതയ്ക്ക് ജയം ഉറപ്പിക്കാമെന്നാണ് മോഹൻലാലും മമ്മൂട്ടിയും വിലയിരുത്തുന്നതെന്ന വിവരങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം സൂപ്പർ താരങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന ചോദ്യം ഉയർത്തുന്നു. ആരോപണങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അന്തിമ നാമനിർദ്ദേശ പട്ടിക പുറത്തുവരുന്നതോടെ മാത്രമേ അമ്മയുടെ പുതിയ നേതൃത്വം ആരൊക്കെയായിരിക്കുമെന്ന ചിത്രം വ്യക്തമാകൂ.